ഇത് മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. തലമുറകൾക്ക് അക്ഷരവെളിച്ചമേകിയ പാഠശാല. ചരിത്രവും സംസ്കാരവും ഗ്രാമീണ ഭംഗിയും ഇഴചേരുന്ന വള്ളുവനാടിന്റെ ഭൂമികയിൽ അക്ഷരജ്ഞാനത്തിന്റെ കിടാവിളക്കായി ഇന്നും പുതുതലമുറയ്ക്ക് വഴികാട്ടിയായി ഒരു ഗ്രാമത്തിന്റെ വളർച്ചയിൽ നെടുംതൂണായി നിൽക്കുന്ന വിദ്യാലയം. സ്കൂളിലെ ഈ നടവഴികൾക്കും വരാന്തകൾക്കും ക്ലാസ് മുറികൾക്കും പറയാനുണ്ട് ഒരുപാട് ചരിത്രം. അത് ഈ നാട് പിന്നിട്ട അരനൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ്. ഓർമ്മകൾ ഓടിയെത്തുന്ന ഈ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി വന്നെത്താൻ കൊതിക്കുന്നവരാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയവരെല്ലാം. ആയിരത്തി 1952 മാരായമംഗലത്ത് ഈ വിദ്യാലയത്തിൻ്റെ തുടക്കം. കുട്ടൻ മാഷ് എന്ന് വിളിക്കുന്ന ശ്രീ കാവുങ്ങൽ ഗോവിന്ദൻ മാസ്റ്ററുടെ മാനേജ്മെൻറ്റിൽ 1951 ജൂലൈ 2 ഒരു ഹയർ എലിമെൻ്ററി സ്കൂൾ മാരായമംഗലത്ത് സ്ഥാപിതമായി. ഇപ്പോഴത്തെ ഹൈസ്കൂളിന് സമീപത്തുള്ള പഴയ കെട്ടിടമാണ് ഇത്. ഗോവിന്ദൻ മാസ്റ്റർക്ക് പുറമെ സി രാമകൃഷ്ണൻ മാസ്റ്ററും AP നാരായണൻ മാസ്റ്ററുമായിരുന്നു അന്നത്തെ അധ്യാപകർ. 1958 ജൂലൈ 1 പിന്നീട് ഈ സ്കൂളിനെ ഹൈസ്കൂളാക്കി അപ്ഗ്രേഡ് ചെയ്യുന്നത്. സ്കൂളിൻ്റെ വളർച്ചയിൽ നെടുംതൂണായി നിന്നത് അന്ന് PT ഭാസ്കര പണിക്കരായിരുന്നു. PMC ദിവാകരൻ നമ്പൂതിരിപ്പാടിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു PT ഭാസ്കര പണിക്കർ. മാരായമംഗലത്ത് ഒരു ഹൈസ്കൂൾ വേണമെന്ന് PMC നമ്പൂതിരിപ്പാട് ഭാസ്കര പണിക്കരോട് ആവശ്യപ്പെട്ടു. ഭാസ്കര പണിക്കർ ഇതിന് സമ്മതം മൂളുകയും ഏറെ പരിശ്രമിക്കുകയും ചെയ്തെങ്കിലും നടപ്പായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല. ചന്ദ്രത്തിൽ സ്കൂൾ, അതായത് ഇന്നത്തെ ENUP സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാൻ സ്കൂളിൻ്റെ അന്നത്തെ മാനേജ്മെൻറ്റ് ശ്രമിച്ചിരുന്നു. അവർക്ക് അന്നത്തെ ഭരണ സംവിധാനത്തിലുണ്ടായിരുന്ന പിടിപാടും ഇക്കാര്യത്തിൽ തുണയായി. പ്രമാണിമാരായിരുന്ന ചന്ദ്രത്തിൽ കുടുംബവും പുറമനയും തമ്മിൽ ഇക്കാര്യത്തിൽ ശക്തമായ മത്സരം തന്നെ അന്ന് നടന്നതായി പറയുന്നു. തന്മൂലം സ്കൂൾ സ്ഥാപിക്കപ്പെട്ടില്ല. ഈ ഹൈസ്കൂളിൻ്റെ ഉത്ഭവം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാവുങ്കിലെ ഒരു കുട്ടമാഷ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഹയർ എലിമെൻ്ററി സ്കൂളായിട്ട് അന്ന് അങ്ങനെയാണ് തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയിലാണ് ഇവിടെയുള്ള നാട്ടിലെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു ഹൈസ്കൂൾ വരുന്നുണ്ട്. ഇയാൾ മുഖ്യമന്ത്രി EMS ആയിരുന്ന കാലത്താണ് നമുക്കൊരു ഹൈസ്കൂൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് അതിന് ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാവരും പ്രധാനികളായിട്ടുള്ള ആൾക്കാരൊക്കെ ശ്രമിച്ചു. അന്ന് TPN മേനോൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇവിടെ വിവാഹം കഴിച്ച ഒരാളുണ്ട്, മറ്റേ കളത്തിലെ അയാളാണ് ആദ്യത്തെ PTA പ്രസിഡൻ്റായിട്ട് ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന് പല ജോലികളും ഉള്ളതുകൊണ്ട് പിന്നീട് VK മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരാളുണ്ടായിരുന്നു, അയാളെ പ്രസിഡൻ്റാക്കി. അന്ന് ഞാനും കുറച്ചു കാലം സെക്രട്ടറി ആയിട്ട് ഇവിടെ ആദ്യത്തെ PTA പ്രസിഡൻ്റായിട്ടുണ്ടായിട്ടുണ്ടായി.
1957 EMSന്റെ ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോഴാണ് മാരായമംഗലത്തെ സ്കൂൾ സ്ഥാപിതമായത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS തന്നെയാണ് ഈ സ്കൂൾ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. ശ്രമകരമായിരുന്നു സ്കൂളിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല. യാത്രാ സൗകര്യങ്ങൾ പരിമിതമായ തികച്ചും ഗ്രാമീണ മേഖലയിൽ ഒരു വിദ്യാലയം പടുത്തുയർത്തുക അന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗത്യമായിരുന്നു. മാരായമംഗലത്തേക്കെത്താൻ അന്ന് കാളൻകുന്ന് വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിനാവശ്യമായ കെട്ടിടവും മേൽനോട്ടവുമെല്ലാം നടത്തിയത് PMC ദിവാകരൻ നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു. കുറച്ച് സ്ഥലം കാവുങ്ങലേതൊഴിച്ചാൽ സ്കൂൾ നിൽക്കുന്ന ബാക്കി സ്ഥലം മുഴുവൻ പുറമനക്കലേതാണ്. കുറുമാപ്പുള്ളി ശ്രീധരൻ നമ്പൂതിരിയായിരുന്നു വിദ്യാലയത്തിൻ്റെ ആദ്യ പ്രധാന അധ്യാപകൻ. സ്കൂളിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം EMS നമ്പൂതിരിപ്പാട് നടത്തുമ്പോൾ കുറുമാപ്പള്ളി ശ്രീധരൻ നമ്പൂതിരിപ്പാട് HMഉം ഞാൻ ഇവിടുത്തെ ആദ്യത്തെ സ്കൂൾ ലീഡറുമായിരുന്നു എന്നുള്ളത് ആ ഒരു ഓർമ്മ വളരെ ഒരു ഇതാണ്. പിന്നെ ഒരു കാലഘട്ടത്തിൽ അന്ന് ഒരു ബിൽഡിംഗ് വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ നടന്നു വന്ന് ദൂരത്തു നിന്നൊക്കെ നടന്നു വന്നിട്ടൊക്കെയാണ് ഇവിടേക്ക് റോഡ് സൗകര്യങ്ങളോ വേറെ യാതൊന്നുമില്ല. കാൽനടയായിട്ട് തന്നെ നടന്നു വരണം, വേറെ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ അധ്യാപകരൊക്കെ വന്നാൽ ഇവിടെ നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ റോഡ് ഇവിടേക്ക് നിർമ്മിച്ചത് സർവോദയ നേതാവ് ഭീമൻ നായർ എന്ന് പറയുന്ന ആൾ പൊറയന്നൂർ വനിക്കിലേക്ക് മാത്രം ഉണ്ടായിരുന്ന പിന്നെ റോട്ടിൽ നിന്ന് നടുത്തൊടിയിലെ പടിക്കോടുള്ള ആദ്യത്തെ റോഡ് വെട്ടാൻ ഞങ്ങളെല്ലാവരും കൂടി സേവനം അനുഷ്ഠിച്ചിട്ടാണ്. അത് കുട്ടികളൊക്കെ പടെ പോയി എന്നിട്ടാണ് ആദ്യത്തെ ആ റോഡ് വെട്ടണത്. ആ റോഡ് വെട്ടിയിട്ടാണ് ഞങ്ങളുടെ ഹൈസ്കൂളിലേക്ക് ഒരു റോഡ് വന്നത്. പിന്നീടാണ് ഈ നെല്ലായ മാരായമംഗലം റോഡൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഉള്ള ഒരിതാണ്. പിന്നെ സ്കൂളിൽ ആദ്യത്തെ HM അവരായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളൊക്കെ ഇവിടുന്ന് പഠിച്ചു വളർന്നു. ഇപ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. വീട്ടിൽ ഓരോരോ കാര്യങ്ങളും ഒരുവിധം എല്ലാ മാഷുമാർ മറ്റുള്ളവരൊക്കെ ആയിട്ട് നല്ല ഇതുണ്ട്. സ്കൂൾ ഗ്രൗണ്ട് ആദ്യമായി ഉണ്ടാക്കുമ്പോൾ NVG ഗോപാലകൃഷ്ണൻ മാഷ് ഓർക്കാതിരിക്കാൻ വയ്യ. PT സെക്ഷനിൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു വർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് പരിചയിച്ച ഓരോ ഹെഡ്മാഷുമാർ ഉണ്ണിയാർ മാഷ് എടുത്ത് പറയണം. പിന്നെ NVG ഉണ്ടായിരുന്നു. പിന്നെ ഒരു AV കൊച്ചുണ്ണി മേനോൻ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞബ്ദുള്ള മാഷുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മാഷുമാരെയും ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. CR AP മാഷ് അങ്ങനെയൊക്കെയാണ്. ഈ സ്കൂളിൻ്റെ എന്തൊക്കെ പറഞ്ഞാൽ ഈ സ്കൂളിൻ്റെ ആദ്യത്തെ തുടക്കത്തിന് KG ഗോവിന്ദൻ നായർ മാഷ്, കാവുങ്ങിലെ ഗോവിന്ദൻ നായർ മാഷാണ് ആദ്യത്തെ UP സ്കൂൾ തുടങ്ങി. അതിനുശേഷമാണ് ഇത് ഹൈസ്കൂളായിട്ട് മാറിയത്. പിന്നീടങ്ങോട്ട് പല ഘട്ടങ്ങളിലായി പടിപടിയായി സ്കൂളിൽ മാറ്റങ്ങൾ വന്നു. സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് എല്ലാ പിന്തുണയും നാട്ടുകാരും നൽകി. 2002 മാരായമംഗലം ഹൈസ്കൂളിനെ ഹയർ സെക്കൻഡറി സ്കൂളാക്കി സർക്കാർ ഉയർത്തി. ഇതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും ഈ നാട് ചുവടുവെച്ചു. സ്ഥലപരിമിതി വെല്ലുവിളിയായിരുന്നെങ്കിലും 2 ദശാബ്ദത്തോളം ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ സ്കൂൾ പ്രവർത്തിച്ചു. പിന്നീട് MP ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. S. അജയ്കുമാർ ഒറ്റപ്പാലം MP ആയിരിക്കുമ്പോഴാണ് 3 വലിയ കെട്ടിടങ്ങൾ സ്കൂളിൽ നിർമ്മിച്ചത്. ഹയർ സെക്കൻഡറിക്കുള്ള കെട്ടിടം SSAയിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിച്ചു. ാണ് ഞാനിവിടെ വരുന്നത്.
ആ സമയത്ത് ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് സ്ഥിരം അധ്യാപകർ തന്നെ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ കെട്ടിടങ്ങൾ വളരെ കുറവ്, ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുറവ്, ലൈബ്രറി ഇല്ല, പ്രത്യേകിച്ച് ലബോറട്ടറി സൗകര്യമില്ല. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറവ്, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോലെ സ്റ്റാഫ് റൂം വളരെ കഷ്ടി, അങ്ങനെയൊക്കെ പാടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ആ കാലത്ത് വർക്ക് ചെയ്തിരുന്നത്. കുറുമാപ്പള്ളി കേശവൻ നമ്പൂതിരി മാഷാണ് അന്ന് ഇവിടെ ഹെഡ് മാഷ്. ആ മാഷ് ആദ്യം ഇവിടെ അസിസ്റ്റൻറ്റ് ടീച്ചറായിരുന്നു, പിന്നെ ഇവിടെ ഹെഡ് മാഷായിട്ട് വന്നു. മാഷാണെന്നാൽ ഒരുപാട് കഴിവുള്ള ആളാണ്. സാഹിത്യത്തിലും ചിത്രം വരയിലും ഗെയിംസിലും ഒക്കെ കഴിവുള്ള ആളാണ്. പക്ഷേ മാഷുക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അവിടെ. അതിലിടയ്ക്ക് ഈ ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. മിക്കവാറും മാത്സിൻ്റെ ടീച്ചറെ ട്രാൻസ്ഫർ ചെയ്താൽ പകരം വരണത് സോഷ്യൽ ടീച്ചറാവും. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ഡിസ്ലൊക്കേറ്റായി, ടൈം ടേബിൾ ശരിയാക്കേണ്ടി വരും. ഇങ്ങനെ ആഴ്ചയിൽ ടൈം ടേബിൾ മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികളെ വെച്ചിട്ട്, അധ്യാപകരെ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതും നിവൃത്തിയില്ലാതെ വന്നിട്ടാണ് പിന്നെ ഷിഫ്റ്റായത്. 8 മുതൽ 12 വരെ ഒരു ഷിഫ്റ്റ്, അത് കഴിഞ്ഞ് 1 മണി മുതൽ 4 വരെ മറ്റേ ഒരു ഷിഫ്റ്റ്. അങ്ങനെ 2 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന കാലം. ഹൈസ്കൂൾ സെക്ഷൻ രാവിലെ, പ്രൈമറി സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷം, ഇങ്ങനെയായിരുന്നു. അങ്ങനെ കുറേ കൂടി കഴിഞ്ഞ് പിന്നെ ആ കാലഘട്ടത്തിൽ കുറേ സ്കൂളുകൾ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. കെട്ടിടങ്ങളില്ല, ഉപകരണങ്ങളില്ല, ഇതൊക്കെയാണ് പ്രശ്നം. പിന്നെ അതൊക്കെ മാറി ഇപ്പോൾ എവിടെയും ഷിഫ്റ്റില്ല. അപ്പോൾ ആരെങ്കിലും സ്കൂളും ഷിഫ്റ്റൊന്നും ഇല്ലാതെ വന്നു. ഞങ്ങളന്ന് വർക്ക് ചെയ്തിരുന്ന കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൗതിക സാഹചര്യം വളരെ കൂടിയിട്ടുണ്ട്. അവർ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കുറുമാപ്പള്ളി കേശവൻ നമ്പൂതിരി മാഷ് ഇവിടെ ഹെഡ് മാഷാകുമ്പോൾ ഒരു വാർഷിക, എല്ലാ കൊല്ലമൊന്നും വാർഷികം പതിവില്ല, ഒരു വാർഷികോത്സവം ഉണ്ടായി. വാർഷികോത്സവത്തിന് ചെർപ്പളശ്ശേരി ഹൈസ്കൂളിലെ ഹെഡ് മാഷെയാണ് അധ്യക്ഷനായിട്ട് ക്ഷണിച്ചത്. അപ്പോൾ മാഷ സുഹൃത്താണ്, ആ നിലയ്ക്ക് വന്നതാണ്. ശങ്കരൻകുട്ടി മാഷെ പറ്റിയ പേര്. മാഷ് പറഞ്ഞിരുന്നു, പിന്നെ അമ്മ വയ്യാതെ കിടക്കുകയാണ്, എങ്ങനെയെങ്കിലും പരിപാടി കഴിഞ്ഞ് എന്നെ മെയിൻ റോഡിലത് കൊണ്ട് എത്തിക്കണം എന്ന്. അതൊക്കെ ശരിയാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. പരിപാടി കഴിഞ്ഞു, യാതൊരു വാഹനവും ഇവിടെ ഇല്ല. മാഷക്കാണച്ചാൽ ഇരിക്കപ്പുറത്തില്ല, വീട്ടിലെത്താതിരിക്കാൻ നിവൃത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭാഗത്തെവിടെ മുള വെട്ടിയിട്ട് അത് കയറ്റാൻ ഒരു ലോറി വരണത്. ആ ലോറി തിരിച്ചു വരുമ്പോൾ സ്കൂളിലെ കുട്ടികളെ കൂട്ടിയിട്ട് ലോറി തടുത്തു നിർത്തി. 8-8:30 മണി 9 മണിയൊക്കെ ആയിരുന്നു. എന്നിട്ട് ആ ലോറി കയറ്റിയിട്ടാണ് ഇവിടുത്തെ അധ്യക്ഷനെ തിരിച്ച് നെല്ലായ കൊണ്ടേക്കണം. പിന്നെ മാഷ് എങ്ങനെ പോയി ദൈവത്തിന് അറിയാം. അപ്പം മാഷ് വരാനുള്ള കാരണം കുറുമാപ്പള്ളി മാഷായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അപ്പോൾ ഇതായിരുന്നു ആ സാഹചര്യം. ഒരു ഭാഗത്തു നിന്നും വാഹന സൗകര്യമില്ല. സൈക്കിളിലൊക്കെ വരുന്ന ഒരാളെ പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. അതിന് അങ്ങേപ്പുറം വേറൊന്നും ആലോചിക്കില്ല. അപ്പോൾ കോപ്പറേറ്റീവ് സ്റ്റോറിലേക്ക് പുസ്തകങ്ങൾ ഒറ്റപ്പാലത്ത് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും നാരായണകുട്ടി മാഷ ആ പഠിക്കൽ കുറേ വെള്ളം കെട്ടിയിരിക്കുന്നൊരു സ്ഥലമുണ്ട്, ഒരു ചോല പോലെ. അവിടെ ജീപ്പ് പൂന്തിയിട്ട് ഈ പുസ്തകങ്ങളൊക്കെ പാടെ ചളിയിൽ വീണ് അപ്പോഴേക്കും കുട്ടികളൊക്കെ പാടെ വന്ന് വാരി കൊടുന്ന് ഇവിടെ കൊടുന്നു വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പാറപ്പുറത്ത് കൂടെ നടന്നു വരില്ല, പലപ്പോഴും ഒറ്റപ്പെട്ട വഴിയും. ഞാൻ മുളയങ്കാവെന്നാണ് വരണത്. മുളയങ്കാവ് നിന്ന് വരുമ്പോഴും ഇവിടെ മുഴുവൻ കാടാണ്. ചില സമയത്ത് ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ ആ കാട്ടിലുണ്ടാവുള്ളൂ. പേടി വന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു സുപ്രഭാതത്തിലെ കാടൊക്കെ പോയിട്ടു. അത് ഈ മിച്ചഭൂമിയുടെ പ്രശ്നമൊക്കെ വന്നപ്പോഴാണ് കാടയില്ലാതെ. ഇങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടത്തിൽ. പക്ഷേ അന്ന് പ്രവർത്തിക്കാൻ വളരെ സൗകര്യം ഉണ്ടായിരുന്നു, വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഉള്ളവർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷം. കുട്ടികളായിട്ടുള്ള ബന്ധവും വളരെ അടുത്ത ബന്ധമായിരുന്നു. പിന്നെ ഇവിടെ ദൂരത്ത് നിന്ന് വരുന്ന മാഷന്മാർ, അപ്പോൾ ഗംഗാധര നായിക്കത്ത് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരനൊക്കെയാണ്. അദ്ദേഹം ഇവിടെ ഹെഡ് മാഷായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾ ജീവിച്ചിരിപ്പില്ല. മാഷ് പറഞ്ഞു, മാരായമംഗലത്ത് എത്തിപ്പെടലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ വന്നാൽ ഇത്രയും സമാധാനമായിട്ടുള്ള ഒരു സ്ഥാപനം വേറില്ലാതെ. അങ്ങനെ പലരും അതാ പറയാറ്. ഇവിടെ വരലില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ അന്തരീക്ഷമാണ്. ഇപ്പോൾ പിന്നെ വാഹന സൗകര്യങ്ങളൊക്കെ ധാരാളമായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ഇപ്പോൾ എനിക്കറിയില്ല. അതിപ്പോൾ ഞാനല്ലോ പറയേണ്ടത്. ഞാൻ 85-ലാണ് ഇവിടുന്ന് പിന്നെ കാസർഗോഡ് ഗവൺമെൻറ് എളയിരുത്തട്ട് കോളേജിൽ പിന്നെ പോസ്റ്റിംഗ് കിട്ടിയിട്ട് ഇവിടുന്ന് പോണത്. ആ കഷ്ടി 13 കൊല്ലം. 2012-2013 വർഷത്തിൽ MP രാജേഷ് MP സ്കൂളിൽ ഹയർ സെക്കൻഡറി ലൈബ്രറി കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് 20 ലക്ഷം രൂപ അനുവദിച്ചു. മുൻ MLA KS സലീഗ 2012-2013 വർഷങ്ങളിൽ ഉൾപ്പെടുത്തി MLA ഫണ്ടിൽ നിന്നും സ്കൂളിന് സ്വന്തമായി ബസ്സിനുള്ള പണവും നൽകി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹരിശ്രീ മാതൃകാ വിദ്യാലയമായിട്ട് നമ്മുടെ സ്കൂളിനെ 2016 തിരഞ്ഞെടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂളിൽ നടന്നു വരികയാണ്. അക്കാദമിക രംഗത്ത് വൻ മുന്നേറ്റമാണ് നമ്മുടെ സ്കൂൾ ഈ കഴിഞ്ഞ വർഷം കൈവരിച്ചിട്ടുള്ളത്. SLC 100% വിജയം നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. +2 പരീക്ഷകളിൽ 78% നമ്മുടെ വിജയം.
അതോടൊപ്പം തന്നെ മറ്റ് പാഠ്യേതര വിഷയങ്ങളിലും നമ്മൾ വളരെ വലിയ മുന്നേറ്റമാണ്. കലാകായിക രംഗത്ത് വലിയ മുന്നേറ്റം നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ശാസ്ത്ര പ്രവർത്തനങ്ങളിലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഹൈടെക് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാക്കുന്നതിനുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങൾ, ഹരിത വിദ്യാലയം, മികവിൻ്റെ കേന്ദ്രം എന്ന ആശയം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും, നമ്മുടെ പ്രദേശത്തെ മുഴുവൻ കുട്ടികൾക്കും ലഭ്യമാക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ രൂപത്തിലൂടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മറ്റു വലിയ സാമ്പത്തിക സ്രോതസ്സുകളൊന്നും നമ്മുടെ ഈ ഗ്രാമീണ വിദ്യാലയത്തിൽ ലഭ്യമല്ല. MP, MLA പോലുള്ള ജനപ്രതിനിധികളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും രക്ഷിതാക്കളും ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികളുമാണ് നമ്മുടെ ആകെയുള്ള മുതൽക്കൂട്ട്. ഇവരെ വെച്ചുകൊണ്ട് ഈ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ രൂപം ചെയ്തിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നും അത്രയൊന്നും വികസനമെത്താത്ത മാരായമംഗലത്ത് അറിവിൻ്റെ ഗോപുരമാണ് ഈ വിദ്യാലയം. എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുത്തൊഴുക്കിലും തലയെടുപ്പോടെ നാടിനെ പൊതുവഴിയിലേക്ക് നയിക്കുന്നു ഈ വിദ്യാലയം. സമീപ പഞ്ചായത്തുകളിലെയും ജില്ലകളിലെയും കുട്ടികൾ ഇന്ന് മാരായമംഗലത്ത് വന്ന് പഠിക്കുന്നു. മാരായമംഗലം ഹയർ സെക്കൻഡറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പ് 0% വിജയത്തിൽ നിന്ന് ഈ 6 വർഷക്കാലയളവിലെ പുരോഗതിയുടെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ട് 80% വിജയം കൈവരിക്കാനായതാണ് എടുത്തു പറയത്തക്ക ഒരു നേട്ടം. പിന്നെ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി ക്ലാസ് റൂമുകൾ ഓരോന്നോരോന്നായി ടൈലും മറ്റും പതിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ആഘോഷം വേളയാണ് ഈ സമയം. തിങ്കളാഴ്ച മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിന് മാരായമംഗലം ഗ്രാമം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ നിലയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. മാരായമംഗലം ഹൈസ്കൂളിലെ ഇപ്പോഴത്തെ ഹെഡ് ടീച്ചറാണ് ഞാൻ. 3 വർഷമായി ഇവിടെ ഹെഡ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. വളരെ ടൗണിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഉൾപ്രദേശത്തുള്ളൊരു സ്കൂളാണ്. ഈ പഞ്ചായത്തിലെ ഏക ഹൈസ്കൂളാണ്. ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ വളരെ അച്ചടക്കമുള്ള കുട്ടികളാണ്. പിന്നെ 10ാം ക്ലാസ്സിലെ റിസൾട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ 2-3 വർഷമായിട്ട് റിസൾട്ട് കൂടി വരികയാണ്. കഴിഞ്ഞ വർഷം 100% വിജയം. SLC കുട്ടികളുടെ 10ാം ക്ലാസ്സിലെ വിജയം 100%. പിന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, ഒരുവിധം എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്കുണ്ട്. സ്കൂൾ ബസ് സൗകര്യങ്ങളുണ്ട്. പിന്നെ അധ്യാപകരാണെങ്കിൽ അധ്യാപകരുടെ നല്ല വർക്ക് തന്നെയാണ് സ്കൂളിൻ്റെ പുരോഗതി. അറിവെന്ന മഹാസാഗരത്തിലേക്ക് ആയിരങ്ങളെ കൈപിടിച്ചുയർത്തിയ വിദ്യാലയം നാടിൻ്റെ പൊതുസ്വത്താവുമ്പോൾ അതിനെ സംരക്ഷിക്കാനും കാവലാളാവാനും ഇന്നും നാട്ടുകാർ ഒപ്പമുണ്ട്. നാളെയുടെ പുതുനാമ്പുകൾക്കായി അവർ ഈ വിദ്യാലയത്തെ നയിക്കുന്നു. വിജ്ഞാനത്തിൻ്റെ പുത്തൻ വെളിച്ചമായി.